ജേക്കബ് തോമസ് കേരളത്തിലെ DGP ആയിരുന്നു. കാക്കി ധരിച്ച വ്യക്തിയാണ്. വീണ്ടും അദ്ദേഹം കാക്കി ധരിക്കാൻ പോകുന്നു. അപ്പോൾ ഇതിലെന്താ കൗതുകം എന്നാണ്. ശരിക്കും മുഴുവൻ സമയ RSS പ്രചാരകനാകാൻ താൻ തയ്യാറാകുന്നു. തനിക്ക് ഔദ്യോഗിക പദവിയൊന്നും വേണ്ട എന്ന് ജേക്കബ് തോമസ് പറയുകയാണ്. എങ്ങനെയായിരിക്കും കേരളത്തിനെ സ്വീകരിക്കുക? തീർച്ചയായിട്ടും 2 ദിവസം കൂടെ കഴിയുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ പ്രസ്ഥാനങ്ങളിൽ ഒന്നല്ല പ്രസ്ഥാനമായ രാഷ്ട്രീയ സ്വയം സേവക സംഘം അതിൻ്റെ 100ാം ജന്മദിനം ആഘോഷിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള ഒരുക്കങ്ങളാണ് രാജ്യമെമ്പാടും നടന്നു വരുന്നത്. ആ ദിവസങ്ങളിൽ വന്നിട്ടുള്ളൊരു സന്തോഷം നിറഞ്ഞ വാർത്ത തന്നെയാണ് ഒരു സ്വയം സേവകനായിട്ടുള്ള എനിക്ക് തോന്നുന്നത്. അദ്ദേഹം കാക്കി ധരിച്ചിരുന്ന വളരെ ദേശഭക്തിയുള്ളൊരു വ്യക്തി തന്നെയാണ്. അദ്ദേഹം വീണ്ടും അദ്ദേഹത്തിൻ്റെ ആ സർവീസിൻ്റെ ബാക്കി അദ്ദേഹത്തിൻ്റെ സേവനം തീർന്നു, സർക്കാർ സർവീസിലെ തീർന്നു. ഇനിയും അദ്ദേഹം രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണ്. നമ്മൾ ഈ രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന വാക്ക് പറയുമ്പോൾ പലരും തെറ്റിദ്ധരിക്കുന്നൊരു വാക്കാണ് രാഷ്ട്രീയ. എന്നുവെച്ചാൽ മലയാളികളുടെ മനസ്സിൽ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ പൈസ ഉണ്ടാക്കാനുള്ള, പണം ഉണ്ടാക്കാനുള്ള, അധികാര സ്ഥാപനങ്ങളിൽ കയറിപ്പറ്റാനുള്ള കുറുക്കു വഴിയായിട്ട് ഉപയോഗിക്കുന്ന ഒരു മാർഗത്തിന് പറയുന്ന പേരാണ് രാഷ്ട്രീയം. പക്ഷേ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിലെ രാഷ്ട്രീയം അതല്ല. രാഷ്ട്രത്തിൻ്റെ കാര്യങ്ങൾ ചിന്തിക്കുകയും രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന വ്യക്തിത്വങ്ങളെ സൃഷ്ടിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന് ഉപയോഗിക്കുന്ന വാക്ക് തന്നെയാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം. വ്യക്തി നിർമ്മാണത്തിൽ കൂടി രാഷ്ട്ര നിർമ്മാണം. ഒരു രാഷ്ട്രത്തിനെ ഒറ്റ ദിവസം കൊണ്ടൊന്നും ഉണ്ടാക്കാനൊക്കില്ല, നവീകരിക്കാനോ മാറ്റങ്ങൾ വരുത്താനോ സാധിക്കില്ല. ഒരു സമൂഹത്തിലെ അടിസ്ഥാന ഘടകം ഒരു വ്യക്തിയാണ്. നല്ലൊരു വ്യക്തിയെ സൃഷ്ടിച്ചാൽ ആ വ്യക്തിയിൽ കൂടി സമൂഹവും തുടർന്ന് രാഷ്ട്രവും ഒക്കെ തന്നെ നല്ലതായി മാറുമെന്നുള്ള ആത്യന്തികമായിട്ടുള്ള അടിസ്ഥാനപരമായ കാഴ്ചപ്പാടാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിനുള്ളത്. അതിൻ്റെ പ്രത്യേകത എന്താണ്? 1925 വിജയദശമി ദിനത്തിൽ പരമപൂജനീയ ഡോക്ടർ ഹെഡ്ഗേവാർ നാഗപ്പൂരിലെ കുറച്ച് വിദ്യാർത്ഥികളെ കൂട്ടിക്കൊണ്ട്, കൊച്ചുകുട്ടികളെ കൂട്ടിക്കൊണ്ട് തുടക്കം കുറിച്ചൊരു പ്രസ്ഥാനമാണ്. നമ്മൾ ആ ഒരു പ്രോസസ്സ് ഒന്ന് ചിന്തിക്കണം. കുട്ടിയായിരിക്കുമ്പോൾ കുട്ടികളെ കൊണ്ട് തുടങ്ങി ഒരു ബാല്യാവസ്ഥ. 1925 കുട്ടികൾ ആ ബാല്യാവസ്ഥയിൽ തുടങ്ങി സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് വളർന്ന് ഇന്ന് ലോകത്തിലെ വലിയ പ്രസ്ഥാനമായ രാഷ്ട്രീയ സ്വയം സേവക സംഘം മാറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രത്യയശാസ്ത്രപരമായ അടിത്തറ വളരെ കൃത്യമാണ്. നമ്മൾ ശ്രദ്ധിക്കുക, ഈ രാഷ്ട്രീയ സ്വയം സേവക സംഘം 25 തുടങ്ങി ഈ ഭാരതത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം 1939 ഈ മുഖ്യമന്ത്രിയായ പിണറായിയുടെ പാറപ്പുറത്താണ് തുടങ്ങിയത്. ആ പ്രസ്ഥാനത്തിൻ്റെ അവസ്ഥ എന്താണ്? ഈ പ്രസ്ഥാനത്തിൻ്റെ അവസ്ഥ എന്താണ്? അത് ജേക്കബ് തോമസിനെ പോലെയുള്ള ധാരാളം വ്യക്തികൾ ആ ശരികൾ തിരിച്ചറിഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഈ ദിവസം തന്നെ അപ്രകാരം ഒരു പ്രഖ്യാപനം നടത്തിയത്. രാഷ്ട്രത്തിനെ സേവിക്കുക, അതിൽ കൂടെ രാഷ്ട്രത്തിനെ ലോകത്തിൻ്റെ പരമവൈഭവത്തിലെത്തിക്കുക. ആ വാക്ക് ശ്രദ്ധിക്കണം. അതാണ് ആത്യന്തികമായ ലക്ഷ്യം. എല്ലാവരും വിചാരിക്കുന്നൊരു കാര്യമുണ്ട്, രാഷ്ട്രീയ സ്വയം സേവക സംഘം ഏതാണ്ട് ഹിന്ദു സംഘടനയാണെന്ന്. ഒരിക്കലുമല്ല, തെറ്റായ ധാരണയാണ്. ഈ രാഷ്ട്രത്തിനോട് അഭിമാനമുള്ള, രാഷ്ട്രത്തിനെ പറ്റി ചിന്തിക്കുന്ന, രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും സിഖുകാരനും പാഴ്സിക്കും ജൈനമതക്കാരനും ഒക്കെ പ്രവർത്തിക്കാൻ പറ്റിയ ഒരേ ഒരു സംഘടന, ഒരു പ്രസ്ഥാനമേ ലോകത്തുള്ളൂ. അത് ഈ ഭാരതത്തിലുള്ളൂ. അതിൻ്റെ പേരാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ജേക്കബ് തോമസിൻ്റെ കൂട്ടുള്ള ഉന്നതരായിട്ടുള്ള ധാരാളം വ്യക്തിത്വങ്ങളുണ്ട്. നമ്മൾ ശ്രദ്ധിക്കണം, എത്രയോ വ്യക്തിത്വങ്ങളാണ്. 1962 ചൈന യുദ്ധകാലത്ത് രാഷ്ട്രീയ സ്വയം സേവക സംഘം അന്ന് ഇത്രമാത്രമൊന്നും ശക്തമല്ല. അധികാരത്തിൻ്റെ ഭാഗമായിട്ടൊന്നും രാഷ്ട്രീയ സ്വയം സേവക സംഘമോ അതിൻ്റെ പരിവാർ പ്രസ്ഥാനങ്ങളോ പ്രവർത്തിച്ചിട്ടില്ല. 62 ചൈന യുദ്ധകാലത്ത് ഈ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ സന്നദ്ധ ഭടന്മാർ ചെയ്തിട്ടുള്ള സേവനങ്ങൾ കണ്ട് സന്തോഷം പൂണ്ട, എല്ലാ കാലത്തും നമ്മൾ ഹൈന്ദവർക്കെതിരായി നിൽക്കുന്ന ഒരാളെന്ന് വിശേഷിപ്പിക്കുന്ന ആളായിരുന്നു നെഹ്റു. അദ്ദേഹം എന്താ ചെയ്തത്? 1963 റിപ്പബ്ലിക് ദിനത്തിന് ഈ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ സന്നദ്ധ ഭടന്മാരെ റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുപ്പിക്കാൻ ക്ഷണിച്ചു. സംഘത്തിനെ മാത്രമല്ല ക്ഷണിച്ചത്, ധാരാളം പ്രസ്ഥാനങ്ങളെ ക്ഷണിച്ചു. പക്ഷെ ഒരൊറ്റ ആളും പോയില്ല. രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ ഏകദേശം 3000-ഓളം അക്കാലത്തെ യൂണിഫോം അണിഞ്ഞുകൊണ്ട് ആ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ സന്നദ്ധ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകർ ആ റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്തു എന്ന് പറയുന്നത് നിസ്സാരമായ കാര്യമല്ല. എത്രയോ സേവന മേഖലകൾ, സർവ്വവ്യാപിയും സർവസ്പർശിയുമായി ആ പ്രസ്ഥാനം വളർന്നു കഴിഞ്ഞു. നമ്മൾ രാജ്യത്തെ ഏതിനെപ്പറ്റി എടുത്തു നോക്കൂ,
എല്ലാ മേഖലകളിലും ഇന്ന് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ പ്രസ്ഥാനങ്ങളാണ് മുൻപന്തിയിൽ നിൽക്കുന്നത്. രാജ്യത്തിനെ ഭരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി നമുക്കറിയാം, രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ ഒരു പരിവാർ പ്രസ്ഥാനം തന്നെയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഹിന്ദു സംഘടന വിശ്വ ഹിന്ദു പരിഷത്ത്, രണ്ടാമത്തെ സർസംഘചാലകനായിരുന്ന ഗുരുജി നേരിട്ട് തുടക്കം കുറിച്ചിട്ടുള്ള ഒറ്റ ഒരു പരിവാറേ ഉള്ളൂ. ആ പരിവാറാണ് വിശ്വ ഹിന്ദു പരിഷത്ത്. ഭാരതത്തിലെ ഏറ്റവും വലിയ തൊഴിലാളി പ്രസ്ഥാനം ഭാരതീയ മസ്ദൂർ സംഘം, ഭാരതത്തിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി പ്രസ്ഥാനം അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്ത്, മത്സ്യപ്രവർത്തക സംഘം. ഏതും എടുത്തു നോക്കൂ, ഏത് മേഖലയിലും സമൂഹത്തിലെ ഒരു മേഖല താങ്കൾ സൂചിപ്പിക്കൂ, ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ വിഭാഗത്തിനെ ചൂണ്ടിക്കാണിക്കാം. സേവനമുണ്ട്, അച്ചടക്കമുണ്ട്, സന്നദ്ധതയുണ്ട്, ദേശീയ ബോധമുണ്ട്, ആശയത്തിലെ വ്യക്തതയുണ്ട്, സ്ഥിരതയുണ്ട്. സ്ഥിരത, ഏത് കാര്യത്തിനും ഇറങ്ങുമ്പോൾ സ്ഥിരബുദ്ധിയോടുകൂടി എന്നാണ് അതിൻ്റെ റിസൾട്ട് കിട്ടുക എന്നുള്ളതല്ല, സ്ഥിരമായിട്ട് പ്രവർത്തിക്കും. അയോധ്യയിലെ ക്ഷേത്രം തന്നെ നോക്കൂ, എത്രയോ വർഷമായിട്ട് എടുത്ത ഒരു തീരുമാനം നടപ്പാക്കാൻ എത്രമാത്രം പോരാട്ടങ്ങൾ ആ പ്രസ്ഥാനം നടത്തി. ഇട്ടിട്ട് പോയോ ഇടയ്ക്ക്? ഇല്ല. വോട്ട് നേടാൻ വേണ്ടി ഇപ്പോൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കാണിക്കുന്ന വേലകൾ നമ്മൾ കാണുന്നു. പക്ഷേ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ ഏതെങ്കിലും ഒരു പ്രസ്ഥാനം അവരുടെ വൈകല്യമോ അല്ലെങ്കിൽ വ്യതിയാനമോ എപ്പോഴെങ്കിലും കാണിച്ചതായിട്ട് നമുക്ക് രാഷ്ട്രത്തിൽ കാണിക്കാൻ സാധിക്കും? ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഈ RSS എന്ന് പറയുന്നത് ഒരു വർഗീയ പ്രസ്ഥാനമാണെന്നുള്ള ഇമേജ് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് താൻ ശ്രമിക്കുമെന്നാണ് ഇപ്പം ജേക്കബ് തോമസ് പറയുന്നത്. ഇത് മാത്രമല്ല, ഈ 1-ാം തീയതി നടക്കുന്ന പഥസഞ്ചലനത്തിൽ അദ്ദേഹം പങ്കെടുക്കുമെന്ന് പറയുന്നത്. അങ്ങനെ പെട്ടെന്ന് ഒരാൾക്ക് ഈ RSSൻ്റെ ഒരു മുഴുവൻ സമയ പ്രചാരകനായി മാറാൻ സാധിക്കുമോ? അല്ല, രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ ശാഖയിൽ പ്രവർത്തിച്ച് ഒരു സ്വയംസേവകനാകുന്നതിന് വേണ്ട ഒരു യോഗ്യതയും പ്രത്യേകിച്ചില്ല. ദേശീയ കാഴ്ചപ്പാടിൽ ഏത് വ്യക്തിക്കും സ്വയംസേവകനാകാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, മതവ്യത്യാസമൊന്നും തന്നെയില്ല. പക്ഷെ അദ്ദേഹം, എനിക്ക് തോന്നുന്നു ചില വാർത്തകൾ വന്ന് അദ്ദേഹം സംഘപ്രചാരകനാകുമെന്നാണ് പറഞ്ഞത്. സംഘപ്രചാരകനാകുക എന്ന് പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ സാധിക്കുന്ന ഒരു കാര്യമല്ല. അതിന് ചില സംഘം നടപ്പാക്കുന്ന ചില പ്രശിക്ഷണ വർഗങ്ങളുണ്ട്, ചില പരിശീലന പരിപാടികളുണ്ട്. ആ പരിശീലന പരിപാടികളിൽ പങ്കെടുത്തുകൊണ്ട് ബൗദ്ധികവും ശാരീരികവുമായിട്ടുള്ള ചില കാര്യക്രമങ്ങളുണ്ട്. ആ കാര്യക്രമങ്ങൾ പരിശീലിച്ചാൽ മാത്രമേ ഉള്ളൂ യഥാർത്ഥത്തിലുള്ള ഒരു സംഘപ്രചാരകനായി മാറാൻ സാധിക്കുകയുള്ളൂ. അതിന് ആദ്യത്തെ 48 മണിക്കൂർ 2 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രാരംഭിക എന്ന് പറഞ്ഞൊരു വർഗമുണ്ട്. അതിൽ പങ്കെടുക്കണം. അതൊരു സ്വയംസേവകന് അതിന് യോഗ്യതയുണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ സംഘം പ്രാരംഭിക വർഗം 48 ദിവസം വിടും. മണിക്കൂർ 48 മണിക്കൂർ. അതിനുശേഷം 7 ദിവസം പ്രഥമ സംഘശിക്ഷാ വർഗം, പ്രാഥമിക് എന്ന് പറഞ്ഞ് 7 ദിവസത്തെ വർഗിന് പോകണം. അതിനുശേഷം പ്രഥമ സംഘശിക്ഷാ വർഗം എന്ന് പറഞ്ഞ് 21 ദിവസം, ദ്വിതീയ സംഘശിക്ഷാവർഗം എന്ന് പറഞ്ഞ് 21 ദിവസം, അതിനുശേഷം തൃതീയ സംഘശിക്ഷാവർഗം എന്ന് പറഞ്ഞ് 25 തൊട്ട് 30 ദിവസം വരെ വരുന്ന, അത് എല്ലാ തവണയും നടക്കുന്ന നാഗപ്പൂരിൽ തന്നെയാണ്. ബാക്കി സംസ്ഥാനത്ത് അല്ലെങ്കിൽ ക്ഷേത്രീയമായിട്ടുള്ള ഘടനയുണ്ട്, അവിടെയൊക്കെയാണ് ഇത് നടക്കുന്നത്. ഇതെല്ലാം പൂർത്തിയാക്കിയാൽ സാധാരണഗതിയിൽ ഒരാൾക്ക് പ്രചാരകനായി മാറുന്നതിന് തടസ്സമൊന്നും തന്നെയില്ല. ഒരു ക്രിസ്ത്യാനിക്ക് പ്രചാരകനാകുന്നതിനൊന്നും എങ്ങും എഴുതി വെച്ചിട്ടില്ല. ഒരു ക്രിസ്ത്യാനിക്ക് പ്രചാരകനായി കൂടാ എന്നൊന്നും എങ്ങും പറഞ്ഞിട്ടില്ല. അതാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘം. ഒരു ദേശീയ കാഴ്ചപ്പാടുള്ള ഏത് വ്യക്തിക്കും സംഘം അനുശാസിക്കുന്ന ശിക്ഷണ പരിപാടികളിൽ കൂടി പ്രശിക്ഷണം കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് തീർച്ചയായിട്ടും ഒരു സംഘപ്രചാരകനായി മാറാം. ജേക്കബ് തോമസിൻ്റെ കൂട്ടിൽ ഉന്നത വ്യക്തികൾ ധാരാളം വരുന്നുണ്ട് രാജ്യത്തിനകത്ത്. നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പല പ്രധാനപ്പെട്ട വ്യക്തികളും അവരുടെ ഔദ്യോഗികമായ തൊഴിൽ രംഗത്ത് നിന്ന് വിരമിച്ചതിന് ശേഷം പൂർണ്ണ മനസ്സോടുകൂടി സേവന പദ്ധതികളിലേക്ക് ഇറങ്ങുകയാണ്, അല്ലെങ്കിൽ രാഷ്ട്ര നിർമ്മാണത്തിന് വേണ്ടി ഇറങ്ങുകയാണ്. അതിനവർ കണ്ടെത്തുന്ന ഏറ്റവും നല്ല മാർഗവും ഏറ്റവും അച്ചടക്കമുള്ളതും ഏറ്റവും സത്യസന്ധവും സുതാര്യതയുള്ളതുമായിട്ടുള്ള ഒരേ ഒരു പ്രസ്ഥാനമാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘം. അതിൽ കൂടി അവർക്ക് പോകാൻ സാധിക്കും. അധികാരത്തിൻ്റെ ഭാഗമായിട്ടൊന്നും മാറാമെന്ന് വിചാരിച്ച ഒറ്റയാൾ പോലും, പരാങ്മുഖത എന്നൊരു വാക്കുണ്ട് സംഘത്തിൽ, ശ്രദ്ധിച്ചിട്ടുണ്ടോ താങ്കൾ ആ വാക്ക്? ഇല്ല. ഈ ഒരു സംഘത്തിൻ്റെ പ്രചാരകനെ ഒന്നും ആർക്കും അറിയത്തില്ല, സംഘത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. പക്ഷേ സംഘത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും അവരുടെ ശ്രദ്ധയുണ്ട്, നിയന്ത്രണമുണ്ട്, അവരാണ് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത്. പക്ഷെ ഒരു ഫോട്ടോയിൽ പോലും അവരുടെ വരാറില്ല, ഒരു ഉദ്ഘാടന സമ്മേളനത്തിൽ അവരിയ്ക്കാറില്ല, ഒരിടത്തും അവരുടെ ചിത്രങ്ങളോ പേരുകളോ വരത്തില്ല. പരാങ്മുഖത എന്ന് പറയുന്ന വാക്ക് വളരെ കൃത്യമായിട്ടുള്ള ഒറ്റയൊരു പ്രസ്ഥാനമാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘം. ഒന്നും ആകണമെന്നുമില്ല, അധികാരത്തിൻ്റെ സീമകളിൽ അവരെത്തണമെന്നുമില്ല, എത്തിക്കൂടാഴികയുമില്ല. ഈ ഭാരതത്തിനെ നിയന്ത്രിക്കുന്ന നമ്മുടെ പ്രധാനമന്ത്രി ഒരു സംഘപ്രചാരകനായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിന് സംഘം ഭാരതീയ ജനതാ പാർട്ടിയുടെ ചുമതലകളിലേക്ക് കൊടുത്തു. അപ്പോഴാണ് ആ പരാങ്മുഖത മാറുന്നത്. രാഷ്ട്രീയമാകുമ്പോൾ മുഖം സമൂഹത്തിൽ അവതരിപ്പിക്കണമല്ലോ.
അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ചിത്രത്തിലേക്ക് വന്നു. അദ്ദേഹം ദേശീയ നേതാവായി രാഷ്ട്രത്തിനെ നയിക്കുന്നു. അതേപോലെ വന്നുകൂടാഴുകയില്ല. അപ്പൊ ഈ ഗണവേഷം ധരിച്ചുകൊണ്ട് ജേക്കബ് തോമസ് വരിക എന്ന് പറയുന്നത് ഒരു സന്ദേശം കൂടിയല്ലേ നൽകുന്നത്? തീർച്ചയായിട്ടും അതൊരു സന്ദേശത്തിനേക്കാൾ കൂടുതൽ അത് പൊതുസമൂഹത്തിന് വളരെ സ്വീകാര്യതയുള്ളൊരു കാര്യമാണ്. ഒരു സന്ദേശം അതിനകത്തുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അദ്ദേഹം എടുത്ത ആ തീരുമാനത്തിനെ നമ്മൾ അഭിനന്ദിക്കണം. അതേപോലുള്ള തീരുമാനമെടുത്ത് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാർ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുണ്ട്. ഭാരതത്തിൽ മാത്രമല്ല രാഷ്ട്രീയ സ്വയംസേവക സംഘം പ്രവർത്തിക്കുന്നത്. അതിൻ്റെ പല പേരുകളിൽ വിദേശ രാഷ്ട്രങ്ങളിലൊക്കെ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ധാരാളം വ്യക്തികളുണ്ട്. നമ്മൾ നോക്കൂ, കേരളത്തിലെ സേവാഭാരതിയുടെ പ്രവർത്തനം, എത്രയോ കേന്ദ്രങ്ങളാണ് അവർ പ്രവർത്തിപ്പിക്കുന്നത്. അതുപോലെ തന്നെ വിശ്വ ഹിന്ദു പരിഷത്ത് രാജ്യത്തെമ്പാടും എത്രയോ സേവന പദ്ധതികൾ ഏകൽ വിദ്യാലയങ്ങൾ ഉൾപ്പെടെ കേരളത്തിൽ പോലും നടത്തുന്നു. ഇങ്ങനെ സമസ്ത മേഖലകളിലും സർവ്വവ്യാപിയും സർവസ്പർശിയുമായിട്ടുള്ള രാഷ്ട്രീയ സർവ്വവ്യാപി സർവസ്പർശിയായിട്ടുള്ളൊരു പ്രസ്ഥാനമാണ് രാഷ്ട്രീയ സ്വയംസേവകർ. ജേക്കബ് തോമസിൻ്റെ കൂടെയുള്ള ധാരാളം ആൾക്കാർ വരുന്നുണ്ട്. കെ.ടി. തോമസ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സുപ്രീം കോടതി ജഡ്ജിയായിരുന്ന കെ.ടി. തോമസ് ഈ ഭാരതത്തിനെ നിലനിർത്തുന്നതിൽ ഭാരതത്തിൻ്റെ സൈന്യം കഴിഞ്ഞാൽ 2ാം സ്ഥാനത്ത് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ സ്വയംസേവക സംഘമാണ് അദ്ദേഹം ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. നിസ്സാരമല്ല. ഇവിടുത്തെ താറടിച്ച് കാണിക്കുന്ന ചിലർ പറയും സംഘികൾ അല്ലെങ്കിൽ മഹാത്മാഗാന്ധിയുടെ ഘാതകർ എന്നൊക്കെ പറഞ്ഞ് രാഹുൽ ഗാന്ധിയൊക്കെ എത്രയോ കേസുകളിലെ മാനനഷ്ട കേസിൽ അത്രകാരം ഒരു നിരുത്തരവാദപരമായ പ്രസ്താവന നടത്തിയിട്ട് പ്രതികളായി പോകുന്നത്. അതുകൊണ്ട് ജേക്കബ് തോമസിൻ്റെ ഈ പ്രസ്താവന ഈ രാഷ്ട്രത്തിനെ സ്നേഹിക്കുന്ന എല്ലാവരും ഇരു കൈയും നീട്ടി സ്വീകരിക്കുക. അദ്ദേഹം അല്ലെങ്കിൽ തന്നെയും ഇതിനോടൊക്കെ കൂറും കമ്മിറ്റ്മെൻറ്റും ഒക്കെ പ്രകടിപ്പിച്ചു കഴിഞ്ഞ വ്യക്തിയാണ്. ഇനി അദ്ദേഹം രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൽ കൂടി രാഷ്ട്ര സേവന പ്രവർത്തനത്തിൽ വരികയാണെങ്കിൽ കൂടുതൽ സന്തോഷം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.